അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് ക്ലാസ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതെ, എല്ലാവരും ഉസ്താദിൻ്റെ ക്ലാസ്സിൽ മുഴുകിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതെ, വേശ്യയായ ഒരു പെണ്ണ്, ജീവിതം, അവളുടെ ജീവിത മാർഗം, അതെ അതാണ്. അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് അവൾ ഭക്ഷണം കഴിക്കുന്നത്. അതെ, ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുതന്നെയാണ്. എന്നാൽ അവൾക്കൊരു മകളുണ്ട്. തൻ്റെ മകളെയെങ്കിലും ഈ ഒരു വഴിയിൽ ഞാൻ കൊണ്ടുവരില്ല. അവൾക്ക് എന്തെങ്കിലും മറ്റൊരു ജോലി അവൾക്ക് വേണം. അല്ലാതെ എൻ്റെ ഈ വഴി അത് ഏതൊരു മാതാവും ആഗ്രഹിക്കുന്നതായിരിക്കും. ഒരിക്കലും എൻ്റെ പോലെ എൻ്റെ മകൾ കേടുവരാൻ പാടില്ല, ചീത്തയാകാൻ പാടില്ല. അതെ, വൃത്തികേട് കൊണ്ട് ഈ ഒരു ജോലിയിലേക്ക് ഞാൻ തള്ളപ്പെട്ടതാണ്. അത് ജീവിക്കാൻ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ. എന്നാൽ ഈ സ്ത്രീക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അസുഖം ബാധിച്ചു തുടങ്ങി. സാധാരണയായി ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് തീർച്ചയായും അങ്ങനത്തെ അസുഖങ്ങൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ അല്ലേ? എയ്ഡ്സ് എന്ന പേരുള്ള അങ്ങനെയുള്ള അസുഖങ്ങൾ, അതുപോലെ ഗർഭാശയത്തിലെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ. അങ്ങനെ വരുന്ന ഈ ഒരു സമയത്ത് തൻ്റെ മോളെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ആ മാതാവ് മരണപ്പെടുകയായിരുന്നു. മാരകമായ രോഗം അവരിലും പിടിപെട്ടു. കാരണം മറ്റൊന്നുമല്ല, പല രീതിയിലുള്ള ആളുകൾ അവരുടെ അരികിലേക്ക് വന്ന് പല രീതിയിലുള്ള അസുഖക്കാർ എല്ലാം ഉണ്ടാവും. അതെ, ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടവർ. അങ്ങനെ ഈ സ്ത്രീയിലും എത്തി ആ അസുഖം. സ്ത്രീ മരണപ്പെട്ടുപോയി. എന്നാൽ സ്ത്രീയുടെ ആ മകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം വലഞ്ഞുപോയി. കാരണം എത്രയായാലും വേശ്യയായ പെണ്ണിൻ്റെ മകളല്ലേ, അവളും അതുപോലെ തന്നെ എന്ന് കരുതി അവൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ പലയിടത്തും അവൾക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. കാരണം ലൈംഗിക തൊഴിലാളി എന്നുള്ളൊരു പേരിലാണ് അവളുടെ ഉമ്മയെ അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മകൾക്കും ആ ബിസിനസ് ആയിരിക്കും എന്ന് കരുതി. പക്ഷേ ഇവൾക്കും വിശക്കാൻ തുടങ്ങി. ജോലി പലയിടത്തൊന്നും കിട്ടിയില്ല. ജോലിയൊന്നും പഠിച്ചിട്ടുമില്ല. ഒടുവിൽ അവളിലേക്കും ആളുകൾ സമീപിക്കാൻ തുടങ്ങി. അതെ, ഉമ്മയുടെ അരികിലേക്ക് വന്ന പലരും മകളെ സന്ദർശിക്കാൻ തുടങ്ങി. എന്നാൽ ക്യാഷിന് ആവശ്യം വന്നപ്പോൾ ആ പെണ്ണും അതിലേക്ക് വീണുപോയി. അതെ, ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് കരുതി അവൾ ഉമ്മയുടെ അതേ ജോലി തന്നെ മകളും ചെയ്തു തുടങ്ങി. അതെ, പലരും വീട്ടിലേക്ക് വരും, അതിനുള്ള ക്യാഷ് കൊടുക്കും. അങ്ങനെ ഈ പെണ്ണിൻ്റെ ജീവിതം. എന്നാൽ ആ മഹലിലേക്ക് ഒരു ഉസ്താദ് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ മഹലിലേക്ക് ഒരു ഉസ്താദ് കടന്നു വന്നപ്പോൾ എന്തോ ഒരു ദഅ്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ മഹലിലെ എല്ലാവരും നന്നാവണം എന്നുള്ള രീതിയിലായി ഉസ്താദിൻ്റേത്. എന്നാൽ ഉസ്താദ് കൂടെ ഓരോരുത്തരെ കൂട്ടി ഓരോ വീട്ടിലേക്കും പോയിട്ട് ഉപദേശങ്ങൾ നൽകി. നമ്മൾ നല്ല രീതിയിൽ, നമ്മൾ മരിച്ചു പോവേണ്ട ആളുകളാണ്, നമുക്ക് ഇവിടെ കൂടുതലായിട്ട് നിൽക്കാൻ പറ്റൂല, നമ്മൾ വിരുന്നുകാരാണ്, നമ്മളെ പെട്ടെന്ന് അല്ലാഹു വിളിക്കുമ്പോൾ പോകണം, അപ്പോൾ നമ്മൾ നല്ലത് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു വേശ്യയായ പെണ്ണിൻ്റെ വീട്ടിലും എത്തുന്നത്. എന്നാൽ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഉസ്താദിനോട് പലരും പറഞ്ഞു, ഉസ്താദേ അങ്ങോട്ട് പോവല്ലേ, അങ്ങോട്ട് പോയിട്ടൊരു കാര്യമില്ല. ഓളത്തള്ള ഇതേ ഫീൽഡിലായിരുന്നു. അതെ, അവർ പലരും പല സമയത്തും കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. അതെ, അവളുടെ അതേ ഏതൊരു മാതാവ് മരണപ്പെട്ടപ്പോൾ സുന്ദരിയായൊരു മകളുണ്ട്. അതെ, ആ മകളും ഇതേ ഫീൽഡിൽ തന്നെ പ്രവർത്തനം തുടങ്ങിയിരിക്കണം. പലയിടത്തും പല ഇടത്തുനിന്നുമുള്ള പല ആളുകൾ വരാറുണ്ട്. അവളുടെ ജീവിതം അങ്ങനെയാണ്. ഉസ്താദിനത് കേട്ടപ്പോൾ അല്ലാ, അതിപ്പോൾ നമ്മുടെ ഈ മഹലിൽപ്പെട്ടവരാണെങ്കിൽ നമ്മളതങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ, നമ്മൾ ഉപദേശിക്കല്ലേ വേണ്ടത്. വേണ്ട ഉസ്താദെ, നിങ്ങൾ വേണ്ടാത്ത വെറുതെ ഓരോ കെണിയിൽ നിങ്ങൾ പെടണ്ട ഉസ്താദെ, അങ്ങോട്ട് നമ്മൾ പോകണ്ട. ദഅ്വ പ്രവർത്തനത്തിറങ്ങിയ അവർ ആ വീട്ടിലേക്ക് മാത്രം പോയില്ല, ബാക്കിയുള്ള എല്ലാ വീടുകളിലും പോയി മോട്ടിവേഷൻ കൊടുത്തു. കാരണം നമ്മൾ മുസ്ലിങ്ങളാണ്, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് കഥ പറയുകയാണ്. അങ്ങനെയാണ്
ഉസ്താദിൻ്റെ മനസ്സിലേക്ക് അത് വല്ലാത്തൊരു ടെൻഷനായി മാറി. പഠിച്ചോനെ, അതുകൊണ്ട് എന്ത് കാര്യം? എല്ലാവരെയും നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് കാലാകാലം അവരെ തെറ്റുകാരിയായി നിർത്തുന്നത് ഒട്ടും ശരിയല്ലല്ലോ. എന്നാൽ ഉസ്താദ് മറ്റൊരു ദിവസം ആ സ്ത്രീയുടെ വീട് ലക്ഷ്യമാക്കി പോന്നു. അതെ, വാതിലിൽ മുട്ടി വിളിച്ചു. അകത്തുള്ള ആ സുന്ദരിയായ പെണ്ണ് കരുതി എൻ്റെ അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് പോരൂ അകത്തേക്ക്, അവൾ വിളിച്ചു. എന്നാൽ ഉസ്താദ് പറഞ്ഞു, ഞാൻ അകത്തേക്കില്ല. അതെന്താ? പിന്നെ എന്താ അങ്ങനെ? അതെ, എനിക്ക് സഹോദരിയോട് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്ത് എന്ത് കാര്യമാണ്? എന്തായാലും എനിക്ക് അല്പം കേൾക്കാൻ മനസ്സ് കാണിക്കോ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ച് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് കയറാം. അതല്ല, പുറത്തു നിന്ന് എന്ത് പറയാനാണ് എന്നോട്? സഹോദരി, എനിക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലായി. നിങ്ങളോടല്പം ഉപദേശം പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഉപദേശമോ? എന്താ, എൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടാൻ വന്നതാണോ നിങ്ങൾ? ഒരിക്കൽ പോലും നിങ്ങളുടെ ഉപദേശത്തിൽ നിന്ന് ഞാൻ വഴങ്ങില്ല. ഇതെൻ്റെ ജീവിത സാഹചര്യമാണ്. എന്നെ സാഹചര്യമാണ് ഇങ്ങനെയാക്കി തീർത്തത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി എനിക്ക് ഉപദേശങ്ങളൊന്നും തരണ്ട. അതല്ല, നിങ്ങൾക്ക് എൻ്റെ അരികിലേക്ക് നിങ്ങൾ സുഖത്തിന് വേണ്ടി വന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അകത്തേക്ക് കയറാം. അതിനുവേണ്ടി ഞാൻ 2 വാതിലുകളും തുറന്നു വച്ചിരിക്കുന്നു. അകത്തേക്ക് കയറാം. സഹോദരി, ക്ഷമിക്കണം. ഒരിക്കൽ പോലും ഞാൻ നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടിയോ വന്നതല്ല. നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് വന്നതാണ്. സഹോദരി, നമ്മുടെ ശരീരം അത് ഇപ്പോഴുള്ള ഈ ഒരു രീതിയിലായിരിക്കില്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ അതെ, അറിയാമല്ലോ വ്യഭിചാരത്തിൻ്റെ ശിക്ഷകൾ. അത് മഹദി അനുഭവിക്കാൻ തയ്യാറാണോ? അതെ, എന്നിപ്പോൾ കൂടുതൽ ഉപദേശിക്കണ്ട. പിന്നെ നിങ്ങൾ മറ്റു വല്ല ഉദ്ദേശത്തിലും വന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇങ്ങോട്ട് അകത്തേക്ക് കിടക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. നിങ്ങൾ ദയവായി എൻ്റെ ഭക്ഷണം ഇല്ലാതാക്കരുത്. എനിക്കുള്ള ഭക്ഷണം ഇതാണ്, എൻ്റെ ജോലി ഇതാണ്. ഉസ്താദ് അത് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു നേരെ പള്ളിയിലേക്ക്. ഇല്ല, അവളൊരിക്കലും നന്നാവുന്ന ലക്ഷണമില്ല. എന്നാൽ ഉസ്താദ് പള്ളിയിലേക്ക് പോകുന്ന സമയത്തും അതാ ആളുകൾ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു, റബ്ബേ, എന്തിനാണ് ആ മഹദി ഇത്രമാത്രം, അതും പഠിച്ച റബ്ബ് എത്ര സൗന്ദര്യം കൊടുത്തൊരു പെണ്ണ്. അതെ, അറിയാതെ ഉസ്താദ് അവളെ ഒന്ന് കണ്ടിരുന്നു. ശരിക്കും അവളുടെ മുഖം കണ്ടപ്പോൾ ഉസ്താദിന് തോന്നി, എത്ര നല്ല പെണ്ണ് റഹ്മാനെ. നേരായ വഴിയിൽ ഇവൾ ജീവിച്ചിരുന്നെങ്കിൽ അവൾക്കുള്ള ചിലവ് ഞാൻ കൊടുക്കുമായിരുന്നു. അതെ, ഇനി പോയിട്ട് പറയണം, എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, നീ നന്നാവുകയാണെങ്കിൽ നിനക്ക് ഈ ഹറാമായ ഭക്ഷണം നീ എന്തിന് കഴിക്കണം? ഒരിക്കൽ പോലും നീ ഇത് കഴിക്കരുത്. ഈ പൈസ കൊണ്ട് കിട്ടുന്നതെല്ലാം ഹറാമല്ലേ? അതുകൊണ്ട് നീ കഴിക്കരുത്. അത് നിനക്കുള്ളത് ഞാൻ തരാമെന്ന് പറഞ്ഞാലോ? 2ാമത്തെ ദിവസവും ഉസ്താദ് പെണ്ണിൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. അതെ, ആരൊക്കെയോ കണ്ടു പറഞ്ഞു, ഓ, ഉസ്താദ് ഇപ്പോൾ അവളുടെ ആളായിക്കണെന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഇടക്ക് പോകുന്നുണ്ടല്ലോ. എന്നാൽ അന്നും ഉസ്താദ് വാതിൽ മുട്ടി വിളിച്ചു. വാതിലിൻ്റെ മുട്ട് കേട്ട് സുന്ദരിയായ ആ ഒരു പെണ്ണ് വാതിൽ തുറന്നു. ഓ, അകത്തേക്ക് വരൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇന്നും ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല. നീ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഭക്ഷണത്തിനുള്ള ചിലവൊക്കെ ഞാൻ തരാം. എങ്കിലും നീ ഈ ജോലി ഒന്ന് നിർത്തണം. നിൻ്റെ ഈ ജോലി നിനക്ക് വളരെയധികം പരിതാപകരമാകുന്ന അവസ്ഥയാണ്. ദുനിയാവിൽ നിന്ന് വെച്ച് തന്നെ മാരകരോഗത്തിന് അടിമയാകും. പിന്നീട് മരണപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു അടുപ്പുണ്ട്. അത് വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാർ അതിൽ നഗ്നമായി അതാ ആ ഒരു വലിയ തീകുണ്ടാരത്തിലേക്ക് താഴുകയും പൊങ്ങുകയും ചെയ്യും. നിനക്ക് അതാണോ നീ ആഗ്രഹിക്കുന്നത്? നിനക്ക് ഭക്ഷണത്തിനുള്ള എല്ലാ ചുമതലയും ഞാൻ ഏർപ്പാട് ചെയ്യാം. ദയവായി നീ നിൻ്റെ ജോലി നിർത്തണം. ഉസ്താദെ, നിങ്ങൾ ദയവായി പോകണം. നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരാം എൻ്റെ അരികിലേക്ക്. അതല്ല,
നിങ്ങൾക്ക് മറ്റു പല ലക്ഷ്യമാണെങ്കിൽ ഒരിക്കൽ പോലും എന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ജീവിതം എനിക്ക് സുഖമാണിത്, എനിക്ക് സുഖമുള്ള ജീവിതമാണിത്, എനിക്ക് സുഖിക്കുകയും ക്യാഷ് കിട്ടുകയും ചെയ്യുന്ന ഒരു ജോലിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഇവിടെ നിന്ന് പോകണം. എന്നാൽ ഉസ്താദിന് എത്രയായിട്ടും ആ സ്ത്രീയെ അങ്ങനെ കേടുവന്ന രീതിയിൽ ജീവിക്കുന്നത് അത് തടയാൻ ഉസ്താദിന് കഴിഞ്ഞില്ല. പക്ഷേ എന്തൊക്കെ തന്നെയായാലും അതെൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലായി. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്കുള്ള ചെലവിൻ്റെ കാര്യം ഞാൻ തരാം. എന്നാലെങ്കിലും നിങ്ങൾ ഈ ഒരു വേണ്ടാത്ത പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന്. ഉസ്താദേ, നിങ്ങൾ ദയവായി ഇവിടുന്ന് പോകണം. കാരണം എനിക്ക് തിന്നാൻ തരുന്നത് പഠിച്ചോനോ അല്ലെങ്കിൽ ഉസ്താദുമാരോ ആരുമല്ല, അതെൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം വിറ്റിട്ടാണ് ഞാൻ എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം വരെ ഉണ്ടാക്കുന്നത്. പിന്നെ ഉസ്താദ് ഇടയ്ക്കിടെ ഇങ്ങോട്ട് ദഅ്വ പ്രവർത്തനത്തിന് വരുന്നത് ഉസ്താദിന് തന്നെ അത് ചീത്തപ്പേരാവാൻ ചാൻസ് ഉണ്ട്. അതെ, ഇങ്ങോട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ ഉദ്ദേശമെല്ലാം മറ്റു പലതുമാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ എന്നെ നന്നാക്കാനല്ല. ദയവായി ഉസ്താദ് ഇങ്ങോട്ട് വരരുത്. എന്നാൽ ഉസ്താദ് പറഞ്ഞു, അത് നിങ്ങൾക്കൊരു വരുമാന മാർഗത്തിനുള്ള ഒരു സംഭവം ഞാൻ സെറ്റാക്കി തരാം. എന്നാൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് പകരം ആ ജോലി ചെയ്താൽ നിങ്ങൾക്കതിനുള്ള വരുമാനം കിട്ടും, നിങ്ങൾക്കങ്ങനെ ജീവിച്ചൂടെ? ഉസ്താദ്, നിങ്ങളെന്തിനതിലൊക്കെ ഇടപെടുന്നത്? എനിക്ക് എൻ്റെ ജീവിതം, എൻ്റെ ശരീരം എങ്ങനെ കൊടുക്കണം, എങ്ങനെ സൂക്ഷിക്കണം, അത് ആർക്കൊക്കെ കൊടുക്കണം, അതെനിക്ക് നന്നായിട്ടറിയാം. അല്ലാതെ ഉസ്താദ് ഇതിൽ ഇടപെടേണ്ട ഒരാവശ്യമില്ല. ഉസ്താദ് അന്നും സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇല്ല, ആ സ്ത്രീ ഒരിക്കലും ഈ ഫീൽഡ് വിടാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഈ ഫീൽഡിൽ തന്നെ നടക്കാനാണ് ഉദ്ദേശം. എന്നാൽ ഉസ്താദ് പിന്മാറിയില്ല. ഇല്ല, എങ്ങനെയെങ്കിലും നന്നാക്കുവാൻ ശ്രമിച്ചാൽ, ഒരാൾ നന്നായി കിട്ടിയാൽ പടച്ച റബ്ബ് അതിൻ്റെ പ്രതിഫലം എനിക്ക് കൂടി തരുമല്ലോ. വീണ്ടും ഉസ്താദ് അവളുടെ അരികിലേക്കെത്തി. ഉസ്താദിനെ കണ്ടപ്പോൾ അവൾക്ക് ഈ പ്രാവശ്യം ദേഷ്യമാണ് വന്നത്. എന്താ ഉസ്താദെ, നിങ്ങൾക്ക് എൻ്റെ ശരീരമാണ് ആവശ്യമെങ്കിൽ കടന്നു വരാം, അതല്ല എങ്കിൽ നിങ്ങൾ മറ്റു പല രീതിയിൽ ഉദ്ദേശത്തിന് വരികയാണെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് അവൾ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, ഈ ജോലി കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളാണ്. ദുനിയാവിൽ ചീത്തപ്പേര്, എല്ലാവരുടെയും മുമ്പിലും ശരിക്കും നല്ല രീതിയിൽ നടക്കുവാനുള്ള അത് നിങ്ങൾക്കില്ല. മാത്രമല്ല, നിങ്ങൾക്ക് മാരകമായ ലൈംഗിക രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, അത് ഉറപ്പാണ്. നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. അതെ, നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ വാടക വീട്ടിലായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഈ ഒരു വരുമാനം കൊണ്ട് പുതിയ വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, എന്നും വാടക കൊടുത്ത് നിൽക്കേണ്ടതല്ലേ? അത് ബർക്കത്തില്ലാത്ത, ഒരിക്കലും പാടില്ലാത്ത ജോലിയാണിത്. ഒരിക്കൽ പോലും നിങ്ങൾ ഈ ജോലിയുമായി മുന്നോട്ട് പോകരുത്. ഉസ്താദ് തറപ്പിച്ചാണ് അത് പറഞ്ഞത്. അതും പറഞ്ഞ് ഉസ്താദ് അന്നും അവിടെ നിന്ന് പോന്നു. എന്നാൽ ഇതിനിടക്ക് മറ്റു പല വാർത്തകളും ആ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരുന്നു. ഉസ്താദും പോവാറുണ്ട് ഷെറീനയുടെ അരികിലേക്ക്. അത് ഉസ്താദ് ഇടയ്ക്കിടെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഉസ്താദ് നമ്മളെല്ലാവരും ഉപദേശിച്ച് നടന്ന് ഒടുവിലിപ്പോൾ അതാ ഷെറീനയുടെ അരികിൽ ഉസ്താദും എത്തി അല്ലേ? ഉസ്താദുമാരെന്ന് വെച്ചാൽ അവർ പുറത്ത് നല്ല കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ അവരുടെ ഉള്ളിലും ഇതുണ്ട്. മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും ഉണ്ടാവില്ലേ ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഷെറീനയുടെ അരികിലേക്ക് ഉസ്താദ് പോയത്, അല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനെ പല പ്രചാരണങ്ങളും അവിടെ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ആ ഉസ്താദ് എന്ന് വെച്ചാൽ ഒരുപാട് ആ നാട്ടിൽ സൽപ്പേരുണ്ടാക്കിയ ആളാണ്. അതായത് ഒരുപാട് ആളുകളെ ഉപദേശിച്ച് റെഡിയാക്കി. അതുമാത്രമല്ല, പള്ളിക്ക് വേണ്ട ഒരു സ്ഥിര വരുമാനം എന്നുള്ള രീതിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിൽമേൽ നിന്ന് കിട്ടുന്ന വാടക അത് പള്ളിക്ക് വേണ്ടി കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തൊരു ഉസ്താദായിരുന്നു. കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ച ഉസ്താദ്. എന്നാൽ ഉസ്താദ് എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷെറീന എന്ന വേശ്യയുടെ അരികിലേക്ക് പോയി എന്നതിൻ്റെ പേരിൽ രണ്ടഭിപ്രായങ്ങളുണ്ടായി. അങ്ങനെയുള്ളൊരു ഉസ്താദിനെ നമുക്കിവിടെ വേണ്ട, അത് പറ്റൂല. ഉസ്താദ് ഇടയ്ക്കിടെ അവിടെ പോവാറുണ്ട്. അല്ലെങ്കിലും ഉസ്താദ് ഇപ്പോൾ എന്തിനാ അവിടെ പോകണേ? വേറെ എവിടെ പോയാലും വീടുകളിലേക്കൊക്കെ പോയിട്ട് പ്രബോധനം നടത്തുന്നുണ്ട്, ദഅ്വ പ്രവർത്തനം നടത്തുന്നുണ്ട്. എന്നാലിപ്പോൾ അവളുടെ വീട്ടിലേക്ക് എന്തിനു പോകുന്നു?
അന്നേ ഞങ്ങൾ ഉസ്താദിനോട് പറഞ്ഞാണ് എതിർത്താണ്, അത് വേണ്ട, ആ കളി തീക്കളിയാണെന്ന്. ഇപ്പം എന്താ, സ്ഥിരമായി പോവുകയാണ്, അധിക ദിവസം പോവാറുണ്ട്. ആ അതുകൊണ്ട് നമുക്ക് ഈ ഉസ്താദിനെ ഇനി ഇവിടെ ശരിയാവില്ല, ഈ മഹല്ലത്തിൽ നിന്ന് ഉസ്താദിനെ നമുക്ക് മാറ്റണം. എന്നാൽ അതെല്ലാം കേട്ട ഉസ്താദ് പറഞ്ഞത് എങ്ങനെയായിരുന്നു, അതെ എൻ്റെ പേരിൽ നിങ്ങളിവിടെ അടിപിടി കൂടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാനിവിടെ ഒരു അന്യനായ ഒരാളാണ്. പിന്നെ നിങ്ങൾ നാട്ടുകാർ രണ്ട് ചേരിയായി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കും വേണ്ട. ഞാനിവിടുന്ന് പോയിക്കോളാം. എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതെ, ഞാൻ പോയിട്ട് എനിക്ക് ഇഷ്ടം പോലെ പള്ളികൾ ഇനിയും കിട്ടും. അതൊന്നും എനിക്ക് വിഷയമേ അല്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ തല്ലുകൂടണ്ട. കാരണം നിങ്ങൾ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിൽക്കണം ഇവിടെ. രണ്ട് ഭാഗങ്ങളെ, ഒന്ന് ഉസ്താദിൻ്റെ ഭാഗം, ഒന്ന് ഉസ്താദിന് ഇഷ്ടമില്ലാത്ത ഭാഗം, അങ്ങനെയായി മാറുകയാണ് ഇവിടെ ചെയ്തത്. അതുകൊണ്ട് ദയവാ നിങ്ങൾ എൻ്റെ പേരിൽ നിങ്ങൾ തല്ലുകൂടരുത്. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. എനിക്ക് ദർസ് എടുക്കാനും ക്ലാസ് എടുക്കാനും ഇമാമത്ത് നിൽക്കാനും എല്ലാത്തിനും അറിയാം. എനിക്ക് കുട്ടികളുണ്ട് എൻ്റെ കയ്യിൽ. എനിക്ക് ഒരു പേടിയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ പേരിൽ നിങ്ങൾ ദയവായി ഇവിടെ തല്ലുകൂടാതിരിക്കുക. പിന്നെ നിങ്ങൾ പല രീതിയിൽ തെറ്റിദ്ധരിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ലല്ലോ. ഞാൻ ആ സ്ത്രീയുമായി, അതാ ഷെറീന എന്ന സ്ത്രീയുമായി ബന്ധമുണ്ട്, അതെ ഞാനവിടെ പോവാറുണ്ട് എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചത്. അല്ല, അത് സാരല്ല. കാരണം ഞാൻ പോയിട്ടുണ്ട്, സത്യം തന്നെ 2-3-4 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അത് കാര്യം തന്നെയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പോയത് ദഅ്വ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ ഒരിക്കൽ ആളുകളെ കൂട്ടിപ്പോയപ്പോൾ ഓരോ കുട്ടിയും അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് തോന്നി, എന്താ ഒന്ന് പോയി ഉപദേശിച്ചാൽ എന്താ, എന്തെങ്കിലും പറ്റൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ അവളുടെ വീട്ടിലേക്ക് സ്ഥിരമായി എനിക്ക് എൻ്റെ ശരീരസുഖത്തിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചത്. ഞാൻ ഒരുപാട് ഉപദേശിച്ചു, എങ്ങനെങ്കിലും നേരാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവർ നന്നാവാനുള്ള ചിന്തയൊന്നും അവർക്കില്ല. ആ നിമിഷം തന്നെ ഉസ്താദ് മക്കളോട് പറഞ്ഞു, മക്കളെ ഇനി നമുക്കിവിടെ നിന്നാൽ നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് വേറെ ഇടത്തേക്ക് പോകാം. അങ്ങനെ ദർസിലെ കുട്ടികളെയും കൊണ്ട് ഉസ്താദ് മറ്റൊരു പള്ളിയിലേക്ക് പോവുകയാണ്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വാർത്ത കേട്ടത്. ഷെറീന എന്ന പേരുള്ള വേശ്യയായ ആ പെണ്ണ് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാർത്ത. ആ പെണ്ണിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ട അത്ഭുതമാണ് നമ്മളിവിടെ കഥയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. മതത്തിനെ അത്രമാത്രം ധിക്കരിച്ച് നടന്ന്, അതെ എല്ലാ ആണുങ്ങളെയും അവളുടെ സുഖത്തിനും പൈസക്കും വേണ്ടി അകത്തേക്ക് കയറ്റിയ, അവളുടെ ശരീരം എല്ലാവർക്കും പങ്കുവച്ച ആ ഒരു പെണ്ണിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ട കാഴ്ച കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സാധാരണ രീതിയിലെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ കാണുമ്പോൾ ഉള്ള ഒരു കാഴ്ച, അതൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇത് പറയാതിരിക്കാൻ ആർക്കും കഴിയുന്നില്ലായിരുന്നു. ഈ പെണ്ണിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഉസ്താദ്, അതെ അവളെ ഉപദേശിക്കാൻ വന്ന ആ ഉസ്താദിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ രീതിയിൽ നാട്ടിൽ മയ്യത്ത് കുളിപ്പിക്കാൻ വരുന്ന സ്ത്രീകളും. ഉസ്താദിൻ്റെ ഭാര്യ ഒരു വഫിയ ബിരുദധാരിയായിരുന്നു. അവളും ഉണ്ടായിരുന്നു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ. ഉസ്താദ് പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. എന്നാൽ അതുവരെയും ആ മഹല്ലിലുള്ള ഒരാളും അവളോട് യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളില്ല. ഇനിയിപ്പോൾ പള്ളിയിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കണമെന്ന് അങ്ങനെ ചില പിരിവുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, ഒരിക്കലും അവളുടെ വീട്ടിലേക്ക് ഒരു കുട്ടിയും പോകാറുണ്ടായിരുന്നില്ല. കാരണം അവൾ ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണല്ലേ, അവളടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. എയ്ഡ്സ് രോഗം ഉണ്ടാവില്ലേ, അത് പകരൂലേ. അവൻ്റെ റബ്ബേ, ഒരിക്കൽ പോലും ഹേയ് എന്തൊക്കെ സംഭവിച്ചാലും ആ സ്ത്രീയുടെ അരികിലേക്ക് ഞങ്ങൾ പോകൂല. അങ്ങനെയും ആ മഹല്ലിലെ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഉസ്താദിൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ആ നാട്ടിൽ ആരെങ്കിലൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ കൂടുന്ന ഒരു പെണ്ണാണ്. അതെ, എന്നാൽ ഈ ഒരു വേശ്യയായ പെണ്ണ് ഷെറീനയുടെ ആ ഒരു മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ശരിക്കും ആ പെണ്ണ് ഉസ്താദിൻ്റെ ഭാര്യ അത്ഭുതപ്പെടുകയാണ്. അതെ, ഈ ഒരു ബോഡി, അതായത് ഈ ഒരു മയ്യത്ത് വല്ലാത്തൊരു സുഗന്ധമാണ് അവർക്ക് അവിടെ കണ്ടത്. എന്തൊരു സുഗന്ധമാണ് റബ്ബേ. അതെ, ഈ പെണ്ണ് കിടക്കുന്ന ഈ റൂം ഇത്രമാത്രം സുഗന്ധമോ, അതും സാധാരണ കർപ്പൂരത്തിൻ്റെയോ മറ്റ് അങ്ങനത്തെ രീതിയിലുള്ള സുഗന്ധമൊന്നുമല്ല. വളരെയധികം എന്താ പറയുക, അത്രക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു സുഗന്ധം. അതെ, ഇതുവരെ ആസ്വദിക്കാത്ത
സ്വർഗീയ സുഗന്ധം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അനുഭവിച്ചറിഞ്ഞപ്പോൾ ഒരു നിമിഷം ഇത് സ്വർഗീയ സുഗന്ധമാണോ എന്നുവരെ അവർ അത്ഭുതപ്പെടുകയാണ്. അതുവരെ സ്ഥിരമായിട്ട് ആ ഒരു നാട്ടിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ത്രീകൾ ഉണ്ട്, സ്ഥിരമായിട്ട് ഒരുപാട് ആളുകൾ കുളിപ്പിച്ച സ്ത്രീകൾ. പക്ഷേ അവരിലൊന്നും കിട്ടാത്ത സുഗന്ധം അത് ശരിക്കും ഈയൊരു വേശ്യയായ പെണ്ണിൻ്റെ മയ്യത്ത് കുളിച്ചപ്പോൾ കിട്ടുകയാണ്. എന്തൊരു സുഗന്ധമാണ് റബ്ബേ! എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അതെ, സുഗന്ധം മാത്രമല്ല, അതിമനോഹരമായ വെട്ടിത്തിളങ്ങുന്ന മുഖമാണ് വേശ്യയായി കിടക്കുന്ന, വേശ്യയായ മരണപ്പെട്ട ഈ ഒരു പെണ്ണിൻ്റെ മുഖത്തിന്. റബ്ബേ, എന്തൊരു പ്രകാശം! ആർക്കും കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അതെ, അത്രക്കും മോശമായി ജീവിച്ച ആ പെണ്ണ് മരിച്ചപ്പോൾ ഇത്രയധികം സുഗന്ധവും അവരുടെ മുഖത്തിന് ഇത്രയധികം പ്രകാശവും കാണുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഉസ്താദിൻ്റെ ഭാര്യയടക്കം. ഒരുപാട് മയ്യത്ത് കുളിപ്പിച്ച പാത്തുമ്മ താത്തയും ഖദീജ താത്തയും പറയുകയാണ്, ഒരുപാട് മയ്യത്ത് നമ്മൾ കുളിപ്പിച്ചേക്കണ്, പക്ഷേ ഇതുപോലൊരു മയ്യത്തിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. സാധാരണ രീതിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതെ, അത്രക്കും മരണവേദന കൊണ്ട് മുഖമൊക്കെ ആകെ കരിവാളിച്ച് നീലിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും. മലമൂത്ര വിസർജനം വരെ നടത്തിയിട്ടുണ്ടാകും. അത് മരണവേദന കൊണ്ട്. അത് പക്ഷേ ഈ ഒരു സ്ത്രീയുടെ മുഖത്ത് അതിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ല. ഇതൊരു സാധാരണ സ്ത്രീയല്ല കേട്ടോ. അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ബഹുമാനിക്കപ്പെട്ട സ്ത്രീയാണ്, നല്ല സ്ഥാനമുള്ള സ്ത്രീയാണ്. അല്ലാതെ ഒരിക്കൽ പോലും മരണപ്പെട്ട് കിടക്കുന്ന ഈ ഒരു മയ്യത്തിൽ നിന്ന് ഇത്രയധികം സുഗന്ധം വരാൻ ചാൻസ് ഇല്ല. ഇവരുടെ മുഖം ഇത്രമാത്രം പ്രകാശപൂരിതമാവാനും ചാൻസ് ഇല്ല. ഇവർ എന്തോ പ്രത്യേകതയുള്ള സ്ത്രീ തന്നെയാണ്. അതെ, നാട്ടിൽ അവൾ മോശക്കാരിയായിരുന്നു, മോശം പ്രവൃത്തി ചെയ്തിരുന്ന ഒരു പെണ്ണായിരുന്നു, ശരീരം വിറ്റ് ജീവിച്ചവളായിരുന്നു. പക്ഷേ മരണപ്പെട്ടപ്പോൾ ഇവളിൽ ഇത്രമാത്രം പ്രത്യേകതകൾ കാണുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു പെണ്ണ് തന്നെയാണ് ഇത്. അങ്ങനെ ഇവരുടെ മയ്യത്ത് അതാ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഖബറിലേക്ക് വെക്കുന്ന സമയത്തും മാഷാ അല്ലാ വളരെയധികം മനോഹരമായ ആസ്വാദ്യകരമായ ഒരു സുഗന്ധം ഇങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണ മരണപ്പെട്ട് കഴിഞ്ഞാൽ കർപ്പൂരം, പനനീർ അതൊക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്യുക സുഗന്ധത്തിന്. പക്ഷേ ഇത് അങ്ങനെയൊന്നല്ല. അതുവരേക്കും ആസ്വദിക്കാത്ത അത്രക്കും വളരെയധികം നമുക്ക് ആസ്വാദ്യകരമായ സുഗന്ധം വീണ്ടും വീണ്ടും വഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്തും അവർക്കുണ്ടായ അനുഭവം തന്നെയാണ്. ഇത് മാത്രമല്ല അവരെ ഖബറിലേക്ക് വെച്ച സമയത്തും. എന്നാൽ ഈ ഒരു വിഷയം അവിടെ ആകെ പാട്ടായി. എന്നാൽ ആ വേശ്യയായ പെണ്ണിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ റബ്ബേ, എന്തായിരിക്കും ഇത്രമാത്രം അത്ഭുതം നിറഞ്ഞ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ശരിക്കും പ്രകാശവും സുഗന്ധപൂരിതവുമായ ആ ഒരു മയ്യത്ത്. അങ്ങനെയതാ ഈ ഒരു കാര്യം അത് എന്തായിരിക്കുമെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ആ ഉസ്താദിൻ്റെ ഭാര്യ അവൾ കിടന്നിരുന്ന ആ ഒരു റൂം പരിശോധിക്കുകയാണ്. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഒരു ഡയറി കിട്ടി. ആ ഡയറിയിൽ എഴുതിയ കുറിപ്പുകൾ ആ നാട്ടുകാരെല്ലാം വായിക്കുകയാണ്. അത് വായിച്ചപ്പോഴാണ് ആ സ്ത്രീ എന്താണ് എന്നുള്ളത് ആ മഹല്ലത്തിലെ എല്ലാവരും അറിയുന്നത്. ശരിക്കും അവർ അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു. അത് വേശ്യയായ ഒരു സ്ത്രീ. അല്ലാ, അവരെഴുതിയ ആ ഒരു വാക്കുകൾ. അതെ, ഉസ്താദ് എന്നെ നന്നാക്കുവാൻ വേണ്ടി എൻ്റെ അരികിലേക്ക് 3-4 പ്രാവശ്യം വന്നു. റബ്ബേ, അപ്പോഴെല്ലാം ഞാൻ ആ ഉസ്താദിനെ ആട്ടിവിടുകയായിരുന്നു. എന്നാൽ ഉസ്താദ് പിന്നീട് വരാതെയായി. ഉസ്താദ് തീരെ വരാതെയായി, എന്നെ ഉപദേശിക്കാൻ വരാതെയായി. എന്നാൽ ആ നിമിഷം മുതൽ ആ സ്ത്രീക്ക് തോന്നി തുടങ്ങിയിരുന്നു, അതെ, ആ ഉസ്താദ് എത്ര നല്ല ഉസ്താദായിരുന്നു. അദ്ദേഹം എന്നെ നന്നാക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ റബ്ബേ ഇവിടെ വരെ വന്നത്. അവസാനം അദ്ദേഹത്തിനും ചീത്തപ്പേര് ലഭിച്ചു. അദ്ദേഹം എൻ്റെ കാരണം കൊണ്ട് ഇവിടെ നിന്ന് പോയി. എന്തുകൊണ്ട് എനിക്ക് നന്നായിക്കൂടാ? ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്ക് എനിക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ? എൻ്റെ ഉമ്മ ലൈംഗിക രോഗം വന്നിട്ടാണ് മരണപ്പെട്ടത്. ഒരുപക്ഷെ എനിക്കും മാരകമായ ലൈംഗിക രോഗങ്ങൾ വന്ന് ഞാനും മരണപ്പെടാം. എൻ്റെ ആരോഗ്യവും സൗന്ദര്യവുമെല്ലാം നശിച്ച് ഞാനും ഇങ്ങനെ തന്നെ ലൈംഗിക രോഗം വന്ന് മരണപ്പെട്ടു പോകും. അതിനു മുമ്പായിട്ട് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു എനിക്ക് അവസരം തന്നിരുന്നെങ്കിൽ. ഒരുപാട് പണം ഞാനുണ്ടാക്കിയിട്ടുണ്ട്,
പക്ഷെ അതുകൊണ്ടൊക്കെ എനിക്കെന്തോ ഉപകാരം? ഒന്നും കിട്ടാനില്ല. അതിനു പകരമായിട്ട് എനിക്ക് നല്ല കാര്യം എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആ ചിന്ത മാത്രമായിരുന്നു ഷെറീന എന്ന യുവതിക്ക് ഉണ്ടായിരുന്നത്. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം. അങ്ങനെ ഉസ്താദിനെ അതാ സ്ത്രീ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദേ, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പിന്നെയാണ് ആലോചിച്ചത്. എനിക്കൊന്ന് നന്നാവണം ഉസ്താദേ. അതെ, ഞാൻ ഇതുവരെ ചെയ്യുന്ന തെറ്റുകളെല്ലാം ഞാൻ നിർത്തിയിട്ട് ഞാൻ നന്നായിക്കോളാം ഉസ്താദേ. ഉസ്താദിനെ അവർ കരഞ്ഞു വിളിക്കുകയായിരുന്നു. എന്നാൽ ഉസ്താദ് ചോദിച്ചത്, നിനക്ക് നിസ്കരിക്കാൻ അറിയുമോ എന്നായിരുന്നു. ഇല്ല ഉസ്താദേ, എനിക്ക് നിസ്കരിക്കാനൊന്നും അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എൻ്റെ ഉമ്മയൊന്നും എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ നോമ്പ് ഞാൻ നോൽക്കാറുണ്ട്. അത് ആരോഗ്യത്തിന് വേണ്ടി നോൽക്കും, അല്ലാതെ പഠിച്ചോന് വേണ്ടിയിട്ടോ പ്രതിഫലം കിട്ടാനോ അല്ല. എൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോമ്പ് നോൽക്കും. പിന്നെ സക്കാത്തൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, അത് കൊടുക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. ഉസ്താദ് ആ നിമിഷം തന്നെ പറഞ്ഞു, നിസ്കാരം പഠിക്കാനൊന്നും, അതിപ്പോൾ എങ്ങനെ നിസ്കരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് യൂട്യൂബിൽ ഇഷ്ടം പോലെ എങ്ങനെ നിസ്കരിക്കാം എന്നടിച്ചു നോക്കിയാൽ തന്നെ. എന്നാൽ ഉസ്താദ് അതിൻ്റെ ലിങ്കുകളൊക്കെ അവളുടെ ഫോണിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിസ്കരിക്കേണ്ട കുറച്ച് ക്ലാസ്സുകളും ഉസ്താദ് അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഉസ്താദേ, എനിക്ക് നന്നാവണം. അത് നിങ്ങൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ പട്ടിണി കിടക്കണം അല്ലേ? റമദാൻ മാസം വന്നാൽ മാത്രമേ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹജ്ജ് ചെയ്യണം എന്നുള്ളത് അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനൊരുപാട് പണം വേണം. പണം ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ, പക്ഷേ ഒരിക്കലും ഈ ഒരു പണം കൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യരുത്. സക്കാത്തിനും അങ്ങനെ ഒരു സംഗതികളൊക്കെ ഉണ്ട്. ഒരു വർഷം തികഞ്ഞാൽ അങ്ങനത്തെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇസ്ലാമിലെ ഏത് നിയമങ്ങൾക്കും അതിൻ്റേതായ മാസങ്ങളും വർഷങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇസ്ലാം കാര്യങ്ങൾ 5 ശരിയാണ്, അതിനൊക്കെ അതിൻ്റേതായ ടൈമുകളൊക്കെ ഉണ്ട്. പക്ഷേ നിസ്കാരം, അതിന് നമുക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാം, അതിനും കഴിയാത്തവർക്ക് കിടന്ന് നിസ്കരിക്കാം. അങ്ങനെ ഒരുപാട് ഇളവുകൾ തന്നിട്ടുണ്ടല്ലേ നമുക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇളവുകളും തന്നിട്ടുണ്ട്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. പിന്നെ ഹജ്ജ് ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് പോകണ്ട, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക എന്നതാണ്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. ഉസ്താദിൻ്റെ വാക്ക് കേട്ട് അവൾ ചോദിച്ചു, അല്ലേ ഉസ്താദേ, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം? പ്രിയപ്പെട്ട സഹോദരി, ദിക്റുകളും സ്വലാത്തുകളും നിങ്ങൾ പതിവാക്കുക. അതിൽ ഏറ്റവും വലിയൊരു ദിക്റ് അല്ലാഹ് എന്നുള്ള ആ ഒരു ദിക്റ് തന്നെയാണ്. അത് നിങ്ങൾ കൂടുതലായിട്ട് ചൊല്ലുക സഹോദരി. അതിന് നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും ചൊല്ലാം. അത് പീരീഡ്സിൻ്റെ സമയത്തോ അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ലല്ലോ. ദിക്റിന് അങ്ങനെ പരിധികളൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, നടക്കുമ്പോൾ ഒക്കെ ചൊല്ലാം. അല്ലാഹ് എന്നുള്ള ആ ഒരു ദിക്ർ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് വല്ലാത്തൊരു ആശ്വാസം. യാ റബ്ബേ, ഇത്രയധികം സിമ്പിളായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നോ? അതെ, സ്ത്രീ നിരന്തരം അള്ളാഹുവിൻ്റെ പേരിങ്ങളെ ചൊല്ലിക്കൊണ്ടിരുന്നു. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. ഹൃദയത്തിൽ തട്ടിക്കൊണ്ടായിരുന്നു അവർ അള്ളാഹുവിനെ വിളിച്ചത്. എന്നാൽ ഒരാഴ്ച കൊണ്ട് തന്നെ അവർ ദിക്റുകളും സ്വലാത്തുകളെല്ലാം പതിവാക്കി. നിസ്കരിക്കാനൊക്കെ ഉള്ള വല്ലാത്തൊരു അനുഭൂതി മനസ്സിലേക്ക് കടന്നു വന്നു. അത് തനിക്ക് നിസ്കരിക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം എന്നുള്ള ചിന്ത ഈ സഹോദരിയിൽ കൂടിക്കൂടി വന്നു. അതിനിടയിൽ ഉസ്താദിനോട് ആ സഹോദരി പറഞ്ഞു, ഉസ്താദേ, എനിക്ക് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഒരു ജോലി ശരിയാക്കി തരണമെന്ന്. നിനക്ക് എന്ത് ജോലി അറിയാം? എനിക്ക് തയ്യൽ അറിയാം. അങ്ങനെയാണെങ്കിൽ നീ ഭയക്കണ്ട, നിൻ്റെ ജീവിത ആവശ്യത്തിനുള്ള ക്യാഷ് നിനക്ക് അതിലൂടെ ഉണ്ടാക്കാം. അങ്ങനെ അത് ഒരു ടെക്സ്റ്റൈൽസിലേക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു കമ്പനിയിൽ, അതെ, വസ്ത്രങ്ങളെല്ലാം തയ്ച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയിലേക്ക് അവൾക്ക് ജോലി കിട്ടുകയാണ്. അതുതന്നെ ഉസ്താദ് പ്രത്യേകം പറഞ്ഞ് സെറ്റപ്പാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ അറിയുന്ന അയാൾ നല്ലൊരു ജോലി ഇവൾക്ക് കൊടുക്കുന്നു. അതെ, അവിടുത്തെ ടെക്സ്റ്റൈൽസിലേക്കുള്ള വസ്ത്രങ്ങൾ തയ്ക്കുന്ന ജോലിയായിരുന്നു അവൾക്കവിടെ ലഭിച്ചത്. പിന്നെ അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടായിരുന്നു അവളുടെ ജീവിതം. എന്നാൽ ഈ ഒരു കാര്യം ഒരു കുട്ടിയോടും അവൾ പങ്കുവെച്ചില്ല. അതെ, രാവിലെ ബാഗുമെടുത്ത് പോകുന്നത് കാണുമ്പോൾ പലരും വിചാരിക്കും, ഇപ്പോൾ പുറത്താ പരിപാടി തോന്നുന്നുണ്ട്, രാവിലെ തന്നെ പോണാണല്ലോ, വൈകുന്നേരം കണ്ട് കയറി വരും, അങ്ങനെ ജീവിക്കട്ടെ ഓള്.
പലരും അങ്ങനെയും അഭിപ്രായപ്പെട്ടു. രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ പലർക്കും പല കമൻസ്. ഫ്ലാറ്റിലേക്കായിരിക്കും, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും, നല്ല പൈസ ആയിരിക്കും ഇന്ന്. ഏത് പണക്കാരനാണാവോ കോടീശ്വരനാണാവോ ഇന്ന് അവളെ വിളിച്ചിട്ടുള്ളത്. നടക്കട്ടെ. അതെ, ഒരു വട്ടം ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും മനസ്സിൽ അവൾ അതിന് പോവുകയാണ് എന്നുള്ള ചിന്താഗതി തന്നെ. എന്നാൽ ഇവളീ കാര്യം ആരോടും പറഞ്ഞില്ല. രാവിലെ ബാഗുമായി ഇറങ്ങും, വൈകുന്നേരം തിരിച്ചെത്തും. അപ്പോഴെല്ലാം കഴിഞ്ഞു വരികയാണ്, ഒരുപാട് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ഓരോ സംസാരങ്ങളും. എന്തൊക്കെ തന്നെയാലും ഇവർ നിർത്താതെ ജോലി ചെയ്തു, അതിനുള്ള വരുമാനമുണ്ടായി. എന്നാൽ അവരുടെ മനസ്സിൽ പുതിയ ചിന്ത, റബ്ബേ, ഞാൻ ഇതുവരെ ചെയ്ത പാപം പൊറുക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം. ഉസ്താദിനോട് ആ നിമിഷം തന്നെ വിളിച്ച് ചോദിച്ചു, ഉസ്താദേ, എനിക്ക് പണമുണ്ടിപ്പോൾ. അതെ, ഞാൻ ഒരുപാട് തയ്യൽ ജോലികളെല്ലാം ചെയ്ത് പണമുണ്ടാക്കി കഴിഞ്ഞു. എനിക്ക് നല്ലൊരു കാര്യം എന്തെങ്കിലും ചെയ്യണം. എനിക്ക് ഈ ലോകത്തേക്കും പരലോകത്തേക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണം. അവളുടെ മനസ്സിൽ തോന്നിയത്, റബ്ബേ, ഇൽമ പഠിക്കുന്ന ഒരു കുട്ടിയെ, ഒരു മുത്തവല്ലിമിനെ എനിക്ക് സ്പോൺസർ ചെയ്യണം ഉസ്താദേ. ആ കുട്ടിയുടെ പഠന ചെലവുകളും എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിച്ചോളാം. അതിനുള്ള ഒരു അനുമതി എനിക്ക് തരണം. ഉസ്താദിനോട് ആ പെണ്ണിൻ്റെ വാക്ക് കേട്ട് ഉസ്താദ് ഒരു നിമിഷം ആലോചിച്ചു. അങ്ങനെയതാ ഉസ്താദ് പാവപ്പെട്ട മുത്തവല്യമായ ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം ഏറ്റെടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ പേരിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതെ, ആ കുട്ടിയുടെ മുഴുവൻ ചുമതല, ആ കുട്ടിക്കുള്ള വസ്ത്രം, ഭക്ഷണം, എല്ലാ ചിലവുകളും കാര്യങ്ങളും, കുട്ടി സ്കൂളിൽ പോകുന്നത്, കുട്ടിയുടെ കോഴ്സ്, അങ്ങനെയെല്ലാം തന്നെ അവൾ ഏറ്റെടുക്കുകയായിരുന്നു. ആ കുട്ടിക്കുള്ള പുസ്തകം, വസ്ത്രം, ഭക്ഷണം, എല്ലാത്തിനുള്ള ക്യാഷും ഇവർ ഏറ്റെടുക്കുകയായിരുന്നു. ആ പൊന്നു മോൻക്ക് വേണ്ടി ഈ പെണ്ണ് അവളുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു ആ കുട്ടിയുടെ എന്താവശ്യത്തിനും. എന്നാൽ ഒരു കുട്ടി മാത്രമല്ല, അങ്ങനെ 5 കുട്ടികളെ ഇവൾ ഏറ്റെടുക്കുകയായിരുന്നു. 5 കുട്ടികൾക്കുള്ള പഠനകാര്യങ്ങളും അവൾക്കുള്ള എല്ലാ ഇൽമ പഠിക്കുന്ന കുട്ടികളല്ലേ, അവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രതിഫലമായിരിക്കും. താൻ ചെയ്ത പാപത്തിൻ്റെ ദോഷം വിട്ടകന്നു പോകാൻ റബ്ബേ, എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ 5 ഇൽമ പഠിക്കുന്ന മുത്തവല്ലിമീങ്ങളെ ഇവൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇവൾ അവർക്കുള്ള ഭക്ഷണം, വസ്ത്രം, താമസവും എല്ലാത്തിനുള്ള ക്യാഷും ഇവൾ കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ ഖുർആൻ പഠിക്കുന്ന ആ കുട്ടികളുടെ ഓരോ ഖുർആൻ പാരായണവും പ്രാർത്ഥനയുമെല്ലാം ഈ ഒരു പെണ്ണിന് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 5 മക്കളുടെ പ്രാർത്ഥനകളും അവർ ഖുർആൻ ഓതുന്ന പ്രതിഫലവുമെല്ലാം ഈ പെണ്ണിന്. ആരാണ് തന്നെ പഠിക്കുവാൻ വേണ്ടി സ്പോൺസർ ചെയ്തത്? അതെ, കമ്പ്യൂട്ടർ മേഖലകളിൽ, ITക്ക്, അങ്ങനെ എല്ലാ മേഖലകളിലും ആ കുട്ടികൾ മതപഠനത്തോടൊപ്പം അതും ചെയ്യുന്നുണ്ട്. അതെ, അതിനുള്ള ഫീസും കാര്യങ്ങളുമെല്ലാം ആ അനാഥമായ മക്കൾക്ക് ഇവൾ കൊടുക്കുമ്പോൾ ആ മക്കൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു, അല്ലാ, ഞങ്ങൾ ആരെയാണ് ഏറ്റെടുത്തത്? അവർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ, അവരുടെ എല്ലാ ദോഷങ്ങളും പൊറുക്ക് റഹ്മാനെ. അതെ, മുത്തഖല്ലിമീങ്ങൾ, ദീൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്നാൽ ആ കുട്ടികൾക്ക് ഒരിക്കലും അറിയില്ല ഇത് ഇങ്ങനെയൊരു സ്ത്രീയാണ്, ഇങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് മക്കൾക്കറിയില്ല. മക്കൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയായിരുന്നു. എല്ലാം ഉസ്താദിൻ്റെ കെയർ ഓഫിലാണ് നടക്കുന്നത്. അവസാനമായിട്ട് അതാ അവൾ എഴുതിയിട്ടുണ്ട്, എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ആ ഉസ്താദാണ്. അതെ, ആ ഉസ്താദും ഉസ്താദിൻ്റെ ഭാര്യയും. ഞാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ കാരണക്കാരൻ ഉസ്താദാണ്. എപ്പോഴും അല്ലാ 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 എന്നുള്ള ചിന്ത മാത്രമാണ് എൻ്റെ മനസ്സിൽ. അതെ, ഞാൻ ദിക്റുകൾ ചൊല്ലി എൻ്റെ നാവിൽ എപ്പോഴും അല്ലാ എന്നുള്ള ആ ഒരു വാക്ക് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ അതിനിടയിൽ ഒരുപാട് സ്വലാത്തുകളും ചൊല്ലി. അതെ, എൻ്റെ തെറ്റായ ജീവിതത്തെക്കുറിച്ച് ഞാനാകെ മറന്നു കഴിഞ്ഞു. അതെ, ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതെ, ദിക്റുകളും സ്വലാത്തുകളും കൊണ്ട് സമ്പൂർണ്ണമായിരുന്നു ആ പെണ്ണിൻ്റെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുത്തു. അതെ, എത്രമാത്രം ദിക്റും സ്വലാത്തും നമുക്ക് ചൊല്ലാൻ കഴിയും അത്ര ചൊല്ലിയാൽ അത് ഏറ്റവും നല്ലതാണ്. ഒരുപാട് നിസ്കരിക്കും, ഹജ്ജ് ചെയ്യും, റമളാൻ മാസം നോമ്പ് തോൽക്കും. പക്ഷേ ദിക്റും സ്വലാത്തും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അത് പൂർണ്ണമല്ല. നമ്മുടെ നിസ്കാരത്തിലും നമ്മുടെ എന്ത് പ്രവൃത്തിയിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെയെല്ലാം മറക്കുന്നത് ദിക്റുകളും സ്വലാത്തുകളുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെണ്ണിൻ്റെ ജീവിതം അത്രക്കും
നല്ലതായി മാറി. എന്നാൽ ആ നിമിഷം നാട്ടുകാരെല്ലാം പറഞ്ഞു, ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയാണ്. അതെ പ്രിയപ്പെട്ടവരെ, ആഖിബത്ത് നന്നാകണം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഒരുപാട് നിസ്കരിക്കും, നോമ്പനുഷ്ഠിക്കും, ഹജ്ജ് ചെയ്യും, എല്ലാ കാര്യങ്ങളും സക്കാത്ത് കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ മരണസമയം നന്നാക്കണം. നന്നായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ പെണ്ണ് തെറ്റുകൾ ഒരുപാട് ചെയ്തു, പിന്നീട് പൊറുക്കലിനെ തേടി ദിക്കറുകളിൽ അങ്ങ് മുഴുകി. പിന്നീട് അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിബത്ത് നന്നാക്കി കൊടുത്തു അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആഖിബത്ത് നന്നാക്കട്ടെ. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ക്ലാസ് കേട്ടവരെല്ലാം കരഞ്ഞു പോയി. എന്നാൽ ഫസീലയും, റബ്ബേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തതാണ് റഹ്മാനെ. അവൾ ആ നിമിഷം തന്നെ വിചാരിക്കുന്നു, അല്ലാ, ഇന്നു മുതൽ ഞാനും അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, ദിക്റുകളും സ്വലാത്തുകളും ഞാൻ ചൊല്ലുകയാണ്. ആ നിമിഷം ഫസീലയും ചൊല്ലിത്തുടങ്ങി ദിക്റുകൾ. യാ അല്ലാഹ് അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഉസ്താദിൻ്റെയും സമീറയുടെയും കല്യാണത്തിൻ്റെ കാര്യം ഒന്നും മറക്കല്ലിട്ടോ. ഇന്നിപ്പോൾ ഉസ്താദിൻ്റെ പ്രഭാഷണം കുറച്ചങ്ങോട്ട് നീണ്ടുപോയി. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വതആല അത് കേട്ടവർക്കും ഒക്കെ നല്ലൊരു കാര്യം ആക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ തെറ്റുകാരല്ല. അള്ളാഹുവിലേക്ക് മടങ്ങണം. തിരിച്ച് പടച്ച റബ്ബിനെ നമ്മൾ പേടിച്ച് കഴിയണം, അള്ളാഹുവിലേക്ക് അടുക്കണം. എന്നാൽ തീർച്ചയായും നമുക്കും ഈ ഒരു പെണ്ണിനെ പോലെയുള്ള അവസാനം നമുക്കും ഉണ്ടാവും. അതെ, നമ്മുടെ ഖബർ ജീവിതവും അതുപോലെ നമ്മുടെ മയ്യത്തും എല്ലാം സുഗന്ധപൂരിതമാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള വിധി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.